വെല്ലവൻ്റെയും തുണിക്കകത്ത് ഇങ്ങനെ വരച്ചു കൂട്ടി കുളമാക്കാനും വേണം കുറച്ച് തൊലിക്കട്ടിയൊക്കെ. ആ കസ്റ്റമറിനോട് വരയ്ക്കാനോ പിടിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. മിക്കവാറും എനിക്ക് കസ്റ്റമറിൻ്റെ വായിൽ നിന്ന് ചീത്തയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ വരച്ചു കൂട്ടി ഞാൻ എന്നതാ വരയ്ക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അവിടെ ഒരു പൂങ്കാവനം തന്നെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ച് വന്നപ്പോൾ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തിളക്കത്തിന് വേണ്ടി അവിടെ ഇവിടെ കുറച്ച് സീക്വൻസൊക്കെ അങ്ങ് കൊടുത്ത് സെറ്റ് ചെയ്ത്, ആക്ച്വലി ആ കസ്റ്റമറിനോട് അവിടെ എന്തെങ്കിലും ഒരു ഹാങ്ങിങ്ങോ എന്തെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നത്. അപ്പം നമ്മുടെ ChatGPT ചേട്ടനോട് ഞാൻ ചോദിച്ചു, അതൊരു കൊച്ചിനെ ഇട്ട് കാണിക്കാം, എന്നാ ചന്തമുള്ള കൊച്ചല്ലേ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞത്തുണി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു 10 മീറ്ററോളം തുണിയുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ 8-10 മീറ്റർ തുണിയാണ് ആ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ച് യോജിപ്പിച്ച് വേണം എടുക്കാൻ. ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫ്രില്ലൊക്കെ ഇടുന്ന അങ്ങനെയുള്ള പാറ്റേണൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇഷ്ടംമാതിരി തുണി വേണേ. കാണുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ അത് ഇഷ്ടംമാതിരി തുണിയുള്ളത് എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം വരുന്നത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ നമ്മളൊരു വൈറ്റ് ലേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ മാങ്ങ പോലെ തോന്നുന്നു. പഴുത്ത മാങ്ങയുടെ ഒരു ഫീല് നിങ്ങൾക്ക് ആ ഫീൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നല്ലൊരു തുണിയാണ്. അതായത് നമ്മുടെ മൽക്കോട്ടനില്ലേ, ആ മൽക്കോട്ടനാണ് കേട്ടോ. എന്നാണ് വേസ്റ്റ് അവൻ്റെ അവിടെയൊക്കെ നല്ലൊരു ഫ്രില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ് പോർഷനും അതേപോലെ ഒരു ഫ്രില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് ലേസൊക്കെ കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതും നമ്മുടെ ChatGPT ഞാൻ ചോദിച്ചു എന്നെ ചന്തമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.